ആര് പണം തന്നാലും ആ പണത്തിൽ നിന്ന് 1 രൂപ ഭരണ ചെലവുകൾക്കായി എടുക്കാതെ കാരുണ്യ പ്രവർത്തികൾക്ക് മാത്രം പണം ചെലവഴിക്കുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് 1000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റും നേരിടാത്ത വെല്ലുവിളികളെ, ധനപരമായ പ്രതിസന്ധികളെ, സാമ്പത്തിക പ്രയാസങ്ങളെ ഈ ഗവൺമെൻറ് അഭിമുഖീകരിക്കുക. അവിടെ നിന്നുകൊണ്ടാണ് 1 രൂപയുടെ ടാക്സ് കൂട്ടാതെ വരുമാനമില്ലാതെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിരവധി പദ്ധതികളുമായി ഈ ബജറ്റ് മുന്നിലേക്ക് വരുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ, അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഖജനാവ് നിറയ്ക്കാൻ, നിറഞ്ഞ ഖജനാവ് അതിൽ നിന്ന് പണമെടുത്ത് സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം നടത്തി സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള വിശാലമായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ളൊരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെ കേരളത്തിലൊരു പഠനവും നടത്തിയിട്ടില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന യുവത്വം, അവരുടെ നമ്പർ കുറയുകയാണ്. ഉള്ളവർ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. ആ പോപ്പുലേഷൻ ചെറുതാവുകയാണ്. മറിച്ച് പ്രായം, നമുക്കിവിടെ ആയുർദൈർഘ്യമുള്ളൊരു സംസ്ഥാനമാണ്. പ്രായമുള്ളവരുടെ നമ്പർ കൂടി വരികയും ചെയ്യുന്ന അസാധാരണമായ ഒരു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി വിശദമായ പഠനം, ഇനിയും വിശദമായ പഠനം ആവശ്യമുണ്ട്. പ്രാഥമികമായ പഠനം നടത്തിയിട്ടാണ് അവരെ സംരക്ഷിക്കാനും യുവത്വത്തെ കേരളത്തിൽ നിർത്താനും അവർക്ക് ആവശ്യമായ ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണലായ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊടുത്ത് അവർക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിന് അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷൻ സമുദ്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതുയുഗ യാത്രയിൽ അത് കേരളത്തെ, മൊത്തമായി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ ഹബ്ബാക്കി ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളത്തെ മാറ്റാൻ പറ്റും. അതിനായിട്ടുള്ള പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ പദ്ധതികൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവറും അതിനോടനുബന്ധിച്ച് കരിക്കുലത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി ലോകം ആവശ്യപ്പെടുന്ന പുതിയ കാല കോഴ്സുകൾ തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. നോളജ് വാലി ഉണ്ട്, കേരള നോളജ് വാലി ഉണ്ട്. ലെഗസി സർവകലാശാലകളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കീമാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകളെത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അത് സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിനും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും
അത് സാധ്യമാകും. അതുപോലെ ഇൻവെസ്റ്റ് കേരളം സെൽ, നമുക്ക് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ അത് നമുക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും. ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എങ്കിൽ അതിവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. വൺ കേരള കരുതൽ മിഷൻ എന്നത് അത് രോഗം കൊണ്ട് വിഷമിക്കുന്നവരെ, വിദ്യാഭ്യാസ ചെലവിനായി ബുദ്ധിമുട്ടുന്നവരെ, ഏറ്റവും പാവങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ്. വലിയ തുക അതിനകത്ത് കോർപ്പസായി ഉണ്ടാക്കിക്കൊണ്ട് വലിയ തുക അടിസ്ഥാനപരമായി ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ്റിനുള്ള ചെലവുകൾ ഭരണപരമായ ചെലവുകൾ മാത്രമാണ്. ആര് പണം തന്നാലും ആ പണത്തിൽ നിന്ന് ഒരു രൂപ ഭരണ ചെലവുകൾക്കായി എടുക്കാതെ കാരുണ്യ പ്രവർത്തികൾക്ക് മാത്രം പണം ചെലവഴിക്കുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് ഈ വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന പദ്ധതി. CSR ഫണ്ടും വ്യക്തികളുടെ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി മാതൃകാപരമായി ആളുകളെ ചേർത്ത് നിർത്താൻ, അവരെ സഹായിക്കാൻ, സർജറികൾ നടത്താൻ, അപൂർവ രോഗമുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയ പദ്ധതിയാണ്. സ്പേസ് ഇക്കോണമി, കേരളത്തിൻ്റെ സാധ്യതകളെ നമ്മൾ നോക്കിയാൽ ISROയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. ഇപ്പോൾ സ്പേസ് ഇക്കോണമി വലിയ ഒരു സാധ്യതയുള്ള ഏരിയയായി മാറിയിട്ടുണ്ട്. സ്വകാര്യ സാറ്റലൈറ്റുകൾ വരെ വിക്ഷേപണം നടത്തുന്ന ഒരു സ്ഥലത്ത്, ISROയുടെ പ്രധാന കേന്ദ്രമുള്ള ഒരു സ്ഥലത്ത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഇക്കോണമി ഡെവലപ്പ് ചെയ്തു വരും. പട്ടികവർഗക്കാർക്ക് ആശ്വാസമാകുന്ന വയനാട്ടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി അവരുടെ ഇൻഡിജിനസ് നോളജിൻ്റെ കൂടി, പ്രാചീനമായ അറിവുകളെ കൂടി, ആധുനികമായ അറിവുകളെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു കൺസെപ്റ്റാണ്, വലിയൊരിതാണ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിച്ച് വലിയൊരു മെഡിക്കൽ ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. റിസർച്ച് പാർക്ക് IIT മദ്രാസ് മോഡലിലുള്ള ഒരു റിസർച്ച് പാർക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അത് ഒരു വെൽഫെയർ പ്രോജക്റ്റ് അല്ല, ക്ഷേമ പദ്ധതി അല്ല. അവരെ കൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കാൻ, അവർക്ക് കൂടി ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നവരെ ക്രിയേറ്റീവാക്കാനുള്ള ഒരു പദ്ധതിയാണ്. സിൽവർ ഇക്കോണമിയാണ്. ആ സിൽവർ ഇക്കോണമി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തേക്കുള്ള കെയർ ഗിവർ കോഴ്സുകൾ. അതിൻ്റെ സിലബസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായിരിക്കും. നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ആശുപത്രികൾ ഉൾപ്പെടെ, ഗവൺമെൻറ് ആശുപത്രികൾ ഉൾപ്പെടെ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈ 6 അന്താരാഷ്ട്ര നിലവാരമുള്ള 6 മാസത്തെ കെയർ ഗിവർ കോഴ്സ് നടപ്പാക്കിയാൽ പരിചരണത്തിന് ആളെ കിട്ടും, ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമുക്ക് വളർത്തി വരും. നമുക്കറിയാം, ഭൂമി ഒരു പ്രശ്നമാണ്. കേരളത്തിൽ വികസനത്തിന് വരുമ്പോൾ ഭൂമിയില്ല എന്നുള്ളതാണ്. തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും ആന്ധ്രയും ആ പ്രശ്നം നേരിടുന്നില്ല. നമ്മൾ ആ പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷെ നമുക്കൊരുപാട് ഭൂമിയുണ്ട്. ആ ഭൂമി എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. സർക്കാരിന് ഭൂമിയുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമിയുണ്ട്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമിയുണ്ട്, പ്ലാന്റേഷൻ ലാൻഡ് ഉണ്ട്. അറിയപ്പെടാതെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഭൂമി ധാരാളമായിട്ട് കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു ലാൻഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്ത് ഒരു ലാൻഡ് ബാങ്ക് മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടാക്കി, ലാൻഡ് മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടാക്കി നിക്ഷേപങ്ങൾക്ക്, കൃത്യമായ നിക്ഷേപങ്ങൾക്ക് ആ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭം ഉണ്ടാകും. അതുപോലെ റിന്യൂവബിൾ എനർജി, പുനരുപയോഗ ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമാകുന്ന, ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി പുതിയതായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിരവധി സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുക. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സോണും ചില വ്യവസായങ്ങൾക്ക്, ചില സംരംഭങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായ സഹായം വേണം. അതിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സോണ് ഉണ്ടാക്കുന്നത്. ബ്രാൻഡ് കേരളം, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഇനി തിരിച്ചറിയണം. കേരള മാർക്ക് കൊടുക്കും.
ബ്രാൻഡ് മെയ്ഡ് ഇൻ കേരള, അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരള ബ്രാൻഡ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളും നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് ആ ക്വാളിറ്റി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ളൊരു വലിയ സ്റ്റെപ്പാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിലുണ്ടാവും നിരവധി കാര്യങ്ങൾക്ക്. അതുപോലെ ഈ പ്ലാനിൽ ഒരു കുറവ് വരുത്തിയപ്പോൾ അത് പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേകമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു. മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. തീരപ്രദേശത്തെ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ, പാവപ്പെട്ടവരെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണിത്. അതുപോലെ നഗരവികസനം, നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ മാറ്റം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നത്. അതിനാണ് കേരള അർബൻ ഗ്രോത്ത് മിഷൻ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ടൂറിസം രംഗത്ത് ടൂറിസത്തിന് ഒരു ഇൻഡസ്ട്രി ആകാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുണ്ടാവും. എല്ലാ ടൂറിസം സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. പോർട്ട് സിറ്റിയിൽ നിന്ന് തന്നെ ഇന്ന് നമ്മുടെ ടൂറിസം രംഗത്തുള്ളതിൻ്റെ ഇരട്ടിയിലധികം സാധ്യതകൾ പോർട്ട് സിറ്റിയിൽ നിന്നുണ്ടാവും, ഏവിയേഷൻ ഹബ്ബിൽ നിന്നുണ്ടാവും. അതുകൂടാതെ മെഡിക്കൽ ടൂറിസം, കൾച്ചറൽ ടൂറിസം, ഡെസ്റ്റിനേഷൻ ടൂറിസം തുടങ്ങിയ ഒരു ഇൻ്റഗ്രേഷൻ എല്ലാ ഭാഗങ്ങളുമായി ഉണ്ടാകും. സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കും. JC ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി, ചിത്രനഗരം എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ഫിലിം ഹെഡ്ക്വാർട്ടേഴ്സാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരളത്തിൽ കൂടുതൽ ഷൂട്ടിങ്ങുകൾ നടക്കണം. അതിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പും ഷൂട്ടിങ്ങിന് ശേഷവുമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ, എഡിറ്റിംഗ് ഉൾപ്പെടെ, ക്യാമറ ഉൾപ്പെടെ ഉള്ള മുഴുവൻ കാര്യങ്ങളും, ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അത്യാധുനികമായ സംവിധാനങ്ങൾ ഉള്ള ഒരു വലിയ മോഡേൺ ഫിലിം സിറ്റിയായിരിക്കും ചിത്ര നഗരം. അതുപോലെ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായുള്ള ഒരു കൾച്ചറൽ പാർക്ക്, ആ കൾച്ചറൽ പാർക്ക് വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആവും. കേരളത്തിലെ തനത് കലാരൂപങ്ങൾ, നാടകം, സിനിമ, ഡോക്യുമെൻ്ററി, ജെൻസി ഫിലിംസ്, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ കലാകാരന്മാർക്കും അവർക്കുള്ള വരുമാനമുണ്ടാക്കുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ആർട്ട് ഗാലറികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള വലിയൊരു കൾച്ചറൽ പാർക്കായി അതിനെ മാറ്റും. ജോൺസൺ മാസ്റ്ററുടെ പേരിലും ഗസൽ സംഗീതജ്ഞനായ ഉമ്പായിയുടെ പേരിലും 2 മ്യൂസിക് അക്കാഡമികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച 2 കാര്യങ്ങൾ നടത്തി. ഇനി മൂന്നാമത്തേത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചു. കേരളത്തിൻ്റെ ഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ ഏറ്റവും ആധുനികവൽക്കരിച്ച എല്ലാ സംവിധാനങ്ങളോടും കൂടിയ പ്രഡിക്ഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുന്ന തരത്തിലുള്ള കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെൻറ്റർ, അതൊരു വലിയ സ്റ്റെപ്പാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ചെയ്യാത്തൊരു വലിയ സ്റ്റെപ്പാണ്. അതുപോലെ പ്രവാസികളുടെ റെമിറ്റൻസ് ഇക്കോണമി, അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്കോണമിയാക്കി മാറ്റി അവരുടെ പങ്കാളിത്തം കേരളത്തിലെ വികസന കാര്യത്തിൽ PPP മോഡലുകളിൽ എല്ലാം പ്രവാസികളെ, അതിലെ പണക്കാരായിട്ടുള്ള ആളുകളെ മാത്രമല്ല, ഇടത്തരക്കാരെ കൂടി വികസനത്തിൽ പങ്കാളികളാക്കും. അതിനു വേണ്ടിയിട്ടുള്ള പബ്ലിക് ഇഷ്യൂ ചെയ്യും, ഷെയർ ഉണ്ടാകും. അവർ തിരിച്ചു മടങ്ങി വരുമ്പോൾ അവർക്കൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയുണ്ടാകാൻ പാടില്ല. അതേ അവസരം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ വലിയൊരു പങ്ക് പ്രവാസികൾക്ക് വഹിക്കാൻ കഴിയും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയും അതുപോലെയുള്ള പദ്ധതിയാണ്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് 28.5% ഉയർത്തി. റബ്ബറിൻ്റെ താങ്ങുവില 200-ൽ നിന്നും 250 പാലിൻ്റെ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ ഉണ്ട്. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി
ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങൾ, മൾട്ടി ക്രോപ്സ്, മലയോര മേഖലയിലെ തളർന്നു കിടക്കുന്ന കാർഷിക മേഖലയെ പുനരുദ്ധരിപ്പിക്കാൻ ഉണ്ടാകും. ഭൂനിയമങ്ങൾ ആ കാലത്ത് വന്നപ്പോൾ അത് വളരെ നല്ല പ്രോഗ്രസീവായിട്ടുള്ള ഭൂനിയമങ്ങളാണ്. പക്ഷേ പല ഭൂനിയമങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്, പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നതാണ്. അതുകൊണ്ടൊരു ഭൂപരിഷ്കരണം 2 എന്നുള്ള രീതിയിൽ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും, ഒരു സംശയവുമില്ല. പിന്നെ കാസർഗോഡ്, വയനാട്, ഇടുക്കി 3 ജില്ലകൾ പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾക്ക് പ്രത്യേകമായ സംവിധാനം ഉണ്ടാകും. ആ പാക്കേജ് ഊർജിതമായി നടപ്പിലാക്കും. വിലങ്ങാട് പാക്കേജ് ഉണ്ടാകും. സഹകരണ സംഘങ്ങൾ തകർന്നു പോകുന്നത് തടയാൻ നിക്ഷേപ ഗ്യാരണ്ടി ഉറപ്പുവറ്റും. കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖലയെ താങ്ങി നിർത്താൻ ഇൻകം സപ്പോർട്ട് സ്കീം ഉണ്ടാവും. പിന്നെ നിരവധി തോട്ടം മേഖലയിൽ ടൂറിസത്തിനും മൾട്ടി ക്രോപ്സിനും പ്രാധാന്യം കൊടുക്കും. ധാരാളം അതുപോലത്തെ സംവിധാനങ്ങൾ, ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിരവധി സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ബജറ്റ് പ്രസംഗം വിശദമായി വായിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ബജറ്റിലുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ്, ആ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ സമയബന്ധിതമായി വളരെ ഭംഗിയായി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം കൂടി ഉണ്ടാക്കും. കൃത്യമായ പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ടാവും. ഓരോ ക്വാർട്ടറുകളിലും ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ പുരോഗതിയെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ആധുനികമായ സംവിധാനങ്ങളുടെ പിൻബലത്തോടു കൂടിയ പുതിയ ഫോളോ അപ്പ് ഉണ്ടാവും. പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അതിനാണ് നമ്മുടെ ബജറ്റിൽ നിന്നും ഏറ്റവും വലിയ ലീക്കേജ് ഉണ്ടാകുന്നത്. കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി രൂപ ഖജനാവിൽ നിന്ന് ചോർച്ചയുണ്ടാകുന്നത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുമ്പോഴാണ്. പല പ്രോജക്റ്റുകളും സമയത്തിന് തീർക്കാതെ 2 കൊല്ലം കൊണ്ട് തീർക്കേണ്ടത് 10 കൊല്ലം കൊണ്ട് തീർത്ത് സംസ്ഥാനത്തെ ഖജനാവിന് 100 കോടി രൂപയുടെ പദ്ധതി 1000 കോടിയിൽ അവസാനിക്കുന്ന പദ്ധതിയാണ്. പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോട്ടോകോൾ കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നികുതിയൊന്നും വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാതെ, പ്രയാസത്തിലാക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റായി കേരളത്തെ ഭാവിയെക്കുറിച്ചൊരു പുതിയുഗ കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥം നിറഞ്ഞ ശ്രമങ്ങളാണ് ഈ ബജറ്റിൽ നടത്തിയിട്ടുള്ളത്.